എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള നേന്ത്രപ്പഴവും പപ്പായയും കൊണ്ടുള്ള 2 തരം ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം നേന്ത്രപ്പഴവും തൈരും കൊണ്ടുള്ള ഒരു തൊടുകറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്തു പോകാത്ത പഴമാണ് നല്ലത്. നേന്ത്രപ്പഴം തൊലി കളഞ്ഞതിന് ശേഷം ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. നമ്മൾ കായൊക്കെ കറി വയ്ക്കാനൊക്കെ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് ഈ ഒരു വലിപ്പത്തിൽ ഇതിനെല്ലാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിനെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. രണ്ടായിട്ട് മുറിച്ചിട്ട് വീണ്ടും അതിനെ ഒന്നുകൂടി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഒരു പീസിനെ 4ആയിട്ട് മുറിച്ച് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ മുറിച്ച് വെച്ച പഴമെല്ലാം ഇങ്ങനെയൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ നേന്ത്രക്കായൊക്കെ കറി വയ്ക്കാനൊക്കെ എടുക്കത്തില്ലേ, ആ ഒരു വലുപ്പത്തിലാണ് ഇതിനെയൊന്ന് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി എടുത്ത് വെച്ചാൽ ഒരു പഴം മുഴുവനും ഈ ഒരു രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് പഴുത്തതായതുകൊണ്ട് തന്നെ ഇത്രയും വലിപ്പത്തിൽ തന്നെ കിടക്കട്ടെ, അതാണ് കറിയിലിടുമ്പോൾ നല്ലത്. അതുകൊണ്ടാണ് ഇത്രയും വലിപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കുന്നത്. തീരെ വലിപ്പം കുറഞ്ഞ കഷ്ണങ്ങളായാൽ കറിയിലിടുമ്പോഴേക്കും ഇത് ചിലപ്പോൾ ഉടഞ്ഞങ്ങ് പോവും. അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ എടുത്ത് വെച്ച ഒരു പഴം മുഴുവനും ഈ ഒരു രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അരിഞ്ഞ് വെച്ച പഴം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത പൊടികളൊക്കെ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടണം. ആ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ ഇതുപോലെ ഇളക്കി നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് മസാല പുരട്ടിയ പഴം അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് കളറ് മാറ്റിയെടുത്താൽ മതിയാകും. അപ്പോൾ ഫ്ലെയിം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴേക്കും ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി വേണ്ടത് ഒരു കപ്പ് തൈരാണ്. അപ്പോൾ തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലൊന്നും ഇട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഒരുപാട് ലൂസായി പോകണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതാ 2 മുളക് ഇതേപോലെ അറ്റം പിളർത്തി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. ഒന്ന് കളർ മാറി ഒരു വെളുത്ത കളറൊക്കെ ആകുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2ഓ 3ഓ ചേർത്ത് കൊടുക്കാം. അതും നല്ല ടേസ്റ്റാണ് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എടുത്ത് കഴിക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ മൂക്കുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുകും ഉലുവയും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുത്ത കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 4ഓ 5ഓ ചെറിയ ഉള്ളി ചതച്ചതിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 3 വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ഉള്ളികളും കൂടി നന്നായിട്ട് ഇതിലേക്ക് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് കിട്ടണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. മൂത്ത് വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത ഉള്ളികളൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്ത പൊടികളും കൂടി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിപ്പം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തിക്കായിട്ടാണ് ഇതിരിക്കേണ്ടത്. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ. ചട്ടിയുടെ ചൂട് തന്നെ മതിയാകും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ഇതിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തയ്യാറാക്കി വെച്ച പഴമെല്ലാം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു രീതിയിൽ ആ പഴവും മുളകും ഒക്കെ കറിയിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കാം. മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളകിലൊക്കെ തൈരൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് ഒരു 1-2 മണിക്കൂർ ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റായി കിട്ടുന്നത്. അപ്പോൾ ഇനി ചട്ടി മൂടി വെച്ച് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 2 മണിക്കൂറോളം കഴിഞ്ഞ് കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ട് ഈ ഒരു കറി നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു കറി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് പുളിശ്ശേരി പോലെ ഒഴിച്ച് കറിയല്ല, ഇത് തൊടുകറിയാണ്. ഈ ഒരു രീതിയിൽ പഴം കൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ കറി കണ്ടാൽ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. അടുത്തത് പപ്പായയും ചെറുപയറും കൊണ്ടുള്ളൊരു തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ചെറുപയറൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആവശ്യമുള്ള ചെറുപയർ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. പയർ വേകുന്ന സമയം കൊണ്ട് പപ്പായ ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തോരൻ വെക്കാനൊക്കെ പപ്പായ എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത് പോകാത്ത പപ്പായ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മുകൾ വശം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. പപ്പായ തോല് കളഞ്ഞെടുക്കുമ്പോൾ ദാ ഇതേപോലെ നന്നായിട്ട് കറ വരും. അപ്പോൾ ചില പപ്പായയിലാണെങ്കിൽ ഉള്ളിൽ കുരു കാണത്തില്ല. ഇത് കുരുവില്ലാത്ത പപ്പായയാണ്. അപ്പോൾ ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഇനി ഇതിനെ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കൊത്തിയാണ് പപ്പായ തോരൻ വയ്ക്കാൻ വേണ്ടി ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കൊത്തിയതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് തോരൻ വയ്ക്കാൻ വേണ്ടി പപ്പായ അരിഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പപ്പായ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന പപ്പായ എല്ലാം ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തോരൻ വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. പാത്രത്തിലേക്ക് ആദ്യം പപ്പായ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പയർ വേവിച്ചതായതുകൊണ്ട് അതിൻ്റെ മുകൾ വശത്ത് ഇട്ട് കൊടുത്താൽ മതിയാകും. അത് പപ്പായ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പപ്പായ വേകാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. വെള്ളം ഒഴിച്ചു കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ആവശ്യമുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. ഇതാ ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ വേകാൻ വെച്ചിരുന്ന പപ്പായ ഒന്ന് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം അതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മുകൾ വശം നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്തിട്ട് അരപ്പൊക്കെ ഒന്ന് ആവി കയറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി മൂടി വെച്ച് കൊടുക്കാം. ഇതാ ഇപ്പോൾ പപ്പായ അരപ്പ് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഈ സമയത്ത് വറ്റിയിട്ടുണ്ട്. പപ്പായ ഏകദേശം ഒരു പരുവായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കി ഒന്നുകൂടി ഒന്ന് പാത്രം മൂടി വയ്ക്കാം. ആ സമയം കൊണ്ട് ഇത് പപ്പായ നന്നായിട്ട് പരുവായി കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് പരുവായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും.
തോരൻ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കുകയും കൂടെ ചെയ്താൽ പപ്പായ ചെറുപയർ തോരൻ റെഡിയായി കിട്ടും. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു നുള്ള് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം അരി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പും കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2, 3 വറ്റൽമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ അരിയും ഉഴുന്നും കടലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പപ്പായയിൽ അതിൻ്റെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതെല്ലാം കൂടി. ഇനി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് അതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഉഴുന്നും കടലപ്പരിപ്പും അരിയും എല്ലാം കൂടി ഇങ്ങനെ പപ്പായയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആ പപ്പായയുടെ എല്ലാ ഭാഗത്തും ഈ താളിച്ചത് ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള പപ്പായ ചെറുപയർ തോരനും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.